നമ്മൾ അജീഷ് ജയകുമാറിന്റെ അടുത്ത് പോകാൻ വേണ്ടേ? തീർച്ചയായിട്ടും അപ്പോ ശരി. അപ്പോ അജീഷ് BJP ആസ്ഥാനത്താണല്ലോ, എന്താണ് അവിടുത്തെ നേതാക്കന്മാരുടെ ഒക്കെ ഒരു ശരീരഭാഷ, മുഖഭാവം, അതൊക്കെയല്ലേ നമുക്കിപ്പോ ചോദിക്കാൻ പറ്റുമല്ലോ? വേറെ ചോദിക്കാൻ പാടില്ല. അപ്പോ അജീഷ്, BJP ആസ്ഥാനത്തെ ഒരു മൂഡ് എന്താണ് കേരളത്തിലെ? വിജയകുമാർ, ഹാഷ്മി, SKN, BJP ആസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ നേതാക്കളാരും എത്തിയിട്ടില്ല. 8 മണിക്ക് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ 2 സ്ഥാനാർത്ഥികളും എത്തും. അതിനുശേഷം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷമായിരിക്കും അവരെല്ലാം ഈ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് തിരിച്ചു വരിക. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാകുന്നത് ഈ ഒരു മന്ദിരത്തിലായിരിക്കും. കാരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക, കേരളത്തിൽ അവർ അക്കൗണ്ട് തുറക്കുക. ആദ്യം മുതൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും BJPക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ BJP നേതാക്കളുടെ പ്രതീക്ഷ 2 മുതൽ 4 സീറ്റ് വരെ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പ്രചാരണം തുടങ്ങിയ സമയത്ത് 2 സീറ്റുകളിൽ മാത്രമായിരുന്നു അവർക്ക് പ്രതീക്ഷ, തിരുവനന്തപുരം, തൃശ്ശൂരും. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം, അവരുടെ വിലയിരുത്തലുകൾക്ക് ശേഷം ആറ്റിങ്ങലും പത്തനംതിട്ടയും കൂടി അവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടെത്തും. അവർ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു തുടങ്ങി. കാരണം ഒരു സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള കാര്യമാണ് അവരുടെ നേതാക്കൾ അനൌദ്യോഗികമായി പറയുന്നത്. അത് ഏത് സീറ്റ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ അതിനൊരു തീരുമാനമാകും. എങ്കിൽ കേരളത്തിൽ ഇന്ന് ഇടതുമുന്നണിയുടെയും UDFന്റെയും അല്ലാതെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരു സ്ഥലം അത് BJP സംസ്ഥാന കാര്യാലയമായിരിക്കും. ഇവിടെ പ്രവർത്തകരുടെ ഒഴുക്കായിരിക്കും. അവര് വിജയഭേരി തന്നെ മുഴക്കുകയും ചെയ്യും. ഇവിടെ അവിടെ BJP പട്നയിലെ BJP ഓഫീസിൽ പ്രത്യേക പൂജ തുടങ്ങി. പ്രത്യേക പൂജ അല്ല, അതില്ലാതെ ഒരു ജനാധിപത്യം ഉണ്ട്. നടക്കട്ടെ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.